ഹാപ്പി ബർത്ത്ഡേ മോനെ. ഏട്ടാ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉണ്ടാവണം. സദ്യ ഒരുക്കാൻ പോകുന്ന. അതിന് ഇവനാരാ? സ്കൂൾ കുട്ടിയോ? സദ്യയോ? പോയി പണി നോക്കൂ. സ്വാതി ഷർട്ട് വാങ്ങി തന്നു, അതിടാം. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, നടക്കില്ല. സന്തോഷായോ നിനക്ക്? മോള് കണ്ടോ ഇപ്പൊ ആ ഷർട്ടിന്റെ ഭംഗി? കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കായിരിക്കും ആള്. നിന്റെ മുഖത്തിന് എന്തോ ഒരു വെളിച്ചില്ലാത്തത്? നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഇതുവരെ എൻ്റെ ബർത്ത്ഡേക്കും നിന്റെ ബർത്ത്ഡേക്കും നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇന്നും അതങ്ങനെ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ ഞാൻ വന്നത്. ആ നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടാ വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്ന് നീലിനെ കണ്ടപ്പോ എന്റെ സകല മൂടും പോയി. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ലേ? എനിക്ക് വേണ്ടത് എന്റെ നീല, എന്റെ മാത്രം നീല്. ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് സ്വാതിയുടെ നീല, സ്വാതിയുടെ മണമുള്ള നീല്. നിനക്കിതിപ്പോ എന്താ പറ്റിയത്? പറ്റിയത് എനിക്കല്ല, നീലിനാ. നാണമില്ലല്ലോ അവള് തന്ന ഷർട്ട് വിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. അപ്പൊ ഇതാണ് കാര്യം. അവള് തന്ന ഷർട്ട് ഇട്ടതുകൊണ്ട് എന്താ പ്രശ്നം? അടുത്ത് തന്നെ മരിക്കാൻ പോകുന്ന ഒരു പെണ്ണല്ലേ. അവസാനത്തെ ആഗ്രഹം പോലെ ഞാനിത് സാധിച്ചു കൊടുത്തു എന്ന് മാത്രം. ഒന്നുമല്ല, എനിക്ക് മനസ്സിലായി സത്യം എന്താണെന്ന്. നീലിന്റെ മനസ്സില് പതുക്കെ പതുക്കെ അവള് കേറിക്കൊണ്ടിരിക്കുക. അധികം വൈകാതെ അവൾ ആധിപത്യം സ്ഥാപിക്കും. അതോടെ ഞാൻ പുറത്ത്. അങ്ങനൊന്നും സംഭവിക്കില്ല. നിനക്കെന്നെ മനസ്സിലാവാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്കറിയോ, എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അവിടെ സദ്യയൊക്കെ ഒരുക്കുക. എന്നിട്ട് ഞാനതിന് പോകുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഞാൻ നിന്റെ ഒപ്പം ലഞ്ച് കഴിക്കാൻ പോകുന്നത്. എനിക്ക് വലുത് നീയാ. ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ ഷർട്ട് ഇട്ട് നീലിനെ എനിക്ക് കാണാൻ വേണ്ട. ഇട്ടുപോയില്ലേ, എന്ത് ചെയ്യാനാ? ദാ, ഇത് ഞാൻ വാങ്ങിയ ഷർട്ടാ. അത് ഊരി ഇതിടണം. ഇവിടെ വെച്ചോ? വീട്ടിൽ പോയിട്ട് പോരെ? പോരാ. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. മതിയോ? അവള് തന്ന ഷർട്ടല്ലേ ഇത്? അവള് തന്ന ഒന്നും നീലിന് ആവശ്യമില്ല, മനസ്സിലായോ? എന്നാ ഹാപ്പി ബർത്ത്ഡേ. എന്ത് ഹാപ്പി ബർത്ത്ഡേ? താങ്ക് യു. വീട്ടില് വല്ലാത്തൊരവസ്ഥയിലാ ഞാൻ. എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാവർക്കും സംശയം. അത് മാറണം. അത് മാറണമെങ്കിൽ ഞാൻ നീലിന്റെ ആണെന്ന് എന്റെ വീട്ടുകാർക്ക് തോന്നണം. അതിന് നമ്മൾ ഒരുമിച്ചൊരു ട്രിപ്പ് പോണം. ട്രിപ്പോ? അതെ, ട്രിപ്പ്. ആ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ എന്റെ വീട്ടുകാർക്ക് മനസ്സിലാവും എല്ലാ അർത്ഥത്തിലും ഞാൻ നീലിൻ്റെതായി കഴിഞ്ഞു എന്ന്. പിന്നെ മറ്റൊരു കല്യാണമെന്നും പറഞ്ഞ് ആരും എന്റെ പുറകെ നടക്കില്ല. ഇന്ന് തന്നെ പോണം, ഇന്ന് രാത്രി. ഞാൻ റെഡിയാ. രാത്രി 12 മണി കഴിയുമ്പോൾ വീട്ടിന് മുന്നിൽ ബൈക്കുമായിട്ട് വന്നാൽ മതി. ഞാൻ ഇറങ്ങി വരാം. ശരി. നീൽ,
യാത്ര കൊണ്ട് നമ്മൾ രണ്ടുപേരെയാ തോൽപ്പിക്കുന്നത്. ഒന്ന് എൻ്റെ വീട്ടുകാരെ, രണ്ട് സ്വാതിയെ. ഈ യാത്ര കഴിയുമ്പോൾ അവൾക്ക് എന്നേക്കുമായിട്ട് നീലിനെ നഷ്ടപ്പെട്ടിരിക്കും. എൻ്റെ വീട്ടുകാർക്ക് എന്നെയും. അതെ, ഈ യാത്രയ്ക്ക് ശേഷം നമ്മൾ രണ്ടായിരിക്കില്ല, ഒന്നായിരിക്കും. നമ്മളെ പിരിക്കാൻ ആർക്കും പിന്നെ കഴിയില്ല. അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യവും. നീ ഇതെവിടെയായിരുന്നു? ഉച്ചയ്ക്ക് ഊണിന് ഞങ്ങൾ എല്ലാരും കാത്തിരുന്നു. വരുന്നില്ലെങ്കിൽ അതൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? തോന്നിയില്ല. അല്ലെങ്കിലും എനിക്ക് വേണ്ടി എന്തിനാ കാത്തിരിക്കുന്നത്? ആരും ഇനി അങ്ങനെ ചെയ്യണമെന്നില്ല. ഇന്ന് നിന്റെ പിറന്നാളായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ. മതി. രാവിലെ ഒരു തവണ കേട്ടതല്ലേ. എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് എന്നെ ബോറടിപ്പിക്കണ്ട. കൈ കഴുകി വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ വിളമ്പിത്തരാം. ഏട്ടന് ഇഷ്ടപ്പെട്ട പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഇഷ്ടം തീരുമാനിക്കാൻ നീ ആരാടി? പായസം ഉണ്ടാക്കിയ പോലും. ഞാൻ പായസം കൂടിയൊക്കെ നിർത്തി. അതൊക്കെ ഇനി ഒരു കൊല്ലത്തിന് ശേഷം. നീ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിനക്ക് പായസം കുടിക്കേണ്ടി വരില്ല. എല്ലാ സ്വാതി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. കുറച്ചെങ്കിലും വന്ന് കഴിക്ക്, നല്ല രുചിയുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ രുചിയേ രുചി. ആ അമ്പളി ഉണ്ടാക്കിന്റെ അത്രയും കൂടി വന്നിട്ടില്ല. എന്നിട്ട് വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ. ആര് കഴിച്ചു? കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. കഴിച്ചില്ലെങ്കിൽ ഇവൾക്ക് എന്ത് തോന്നുന്നു കരുതിട്ട് കഴിച്ചതാ. മതി. സദ്യയുടെ പുരാണമൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാനൊരു യാത്ര പോവാ. ബാഗ് എടുത്തു വെക്കേ. എവിടേക്കാ? തീരുമാനിച്ചില്ല. 1-2 ദിവസം കഴിഞ്ഞാൽ മടങ്ങും. എന്നാ പിന്നെ സ്വാതിയും കൂടെ കൊണ്ടുപോന്നില്ലേ? മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അല്ല പിന്നെ. അല്ലെങ്കിലും നീലിനിപ്പോ ഒരു ചേഞ്ച് അത്യാവശ്യമാ. ബാഗ് ഞാനെടുത്ത് വെച്ചാ മതിയോ? ആരെടുത്ത് വെച്ചാലും മതി. ഒന്ന് നിന്നേ. ബാഗ് ഞാൻ എടുത്ത് വെച്ചോളാം. അതെന്താ ഞാൻ എടുത്താല്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ ഞാൻ എടുത്താല്? നീ എന്താ ഇങ്ങനൊരു ഭാഗത്തില്? നീ എന്നെ തല്ലുവോ? വേണ്ടി വന്ന അതും ചെയ്യും. കണ്ടല്ലോ എന്റെ ഈ കൈ. ഇത് നിന്റെ മുഖത്ത് വീണാ നിന്റെ ബാക്കി ഉണ്ടാവില്ല. പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. വയറ് നോക്കി 4 ഇടി ഇടിക്കത്തേ ഉള്ളൂ. ആ പോയ അപ്പിയുണ്ടല്ലോ, പറഞ്ഞതുപോലെ ചെയ്യണ അപ്പിയാണ്. സൂക്ഷിച്ച അപ്പിക്ക് കൊള്ളാം. പിന്നെ ഞാനിനി അവളെ പിടിച്ച് കഴിയാൻ പോവല്ലേ. നീ ചോറെടുത്ത് വെച്ചേ. എനിക്ക് നല്ല വിശപ്പുണ്ട്. നേരത്തെ കിടക്കണം. പൊടി.
വേഗം വന്ന് കേറ്. ദാ, ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അറിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ എങ്ങോട്ടാ പോന്നേ? പറയാം, കേറ്. വേദേ, വേദേ, അച്ഛാ, അച്ഛാ, എന്താടാ അവിടെ മുറി കാണാനില്ല. കാണാനില്ല? മോളെ മോളെ വേദ എവിടെ പോയി? അറിയില്ല, മോളെ. ഞാൻ വന്ന് നോക്കുമ്പോ കാണാനില്ല. ഈശ്വര, എന്റെ കുട്ടി ഇത് എവിടെ പോയി? നിന്റെ ഒരു കുട്ടി. ഗണേശ, വണ്ടി എടുക്ക. അച്ഛാ, നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാനോ? നമ്മൾ ആണുങ്ങളോട് ഉള്ളപ്പോ ഒരു പോലീസും വേണ്ട. നീ റെഡിയാവ്. എനിക്കറിയാം അവൾ എങ്ങോട്ട് പോയി കാണുന്നു. പോയിട്ടുണ്ടെങ്കിൽ അവൾ ഒറ്റയ്ക്കായിരിക്കില്ല, അവനുണ്ടാവും കൂടെ. രണ്ടിനെയും വെട്ടി നുറുക്കും ഞാൻ. ഓടാ. ഗേറ്റ് തുറക്ക്. അവനവിടെ? നിങ്ങളുടെ മകൻ? അവനിവിടെ ഇല്ല. എവിടെ പോയി? എന്താ കാര്യം? അവൻ എവിടെ പോയി എന്നല്ലോടോ ചോദിച്ചേ? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോളെയും കൂട്ടി അവൻ പോയിരിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാനാണ് അവന്റെ പരിപാടിയെങ്കിൽ ബാക്കി വെച്ചേക്കില്ല ഞാൻ അവനെ. അവൻ തനിച്ചാ ഇവിടുന്ന് പോയിരിക്കുന്നത്. അല്ല, അവനെന്റെ പെങ്ങളോട്ടാ പോയിരിക്കുന്നത്. അത് ഞങ്ങൾക്കറിയില്ല. താനൊക്കെ പിന്നെ എന്ത് തന്തയാടോ? പെങ്ങളെ, ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭാര്യ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? പെങ്ങളെ, ഭർത്താവിനെ നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭാര്യ എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? ഹലോ, ലിമിറ്റ് വിടരുത്. നീല് നിന്റെ പെങ്ങളുമായിട്ടാ പോയതെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇവിടെ വന്ന് ഷോ കാണിക്കുന്നതിനേക്കാളും എളുപ്പമായിരുന്നല്ലോ സ്വന്തം പെങ്ങൾ ചാടിപ്പോവാതെ പൂട്ടിയിടുന്നത്. അതെന്താ ചെയ്യാതിരുന്നത്? അതുകൊണ്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട, ചെല്ലാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ എന്തിയോടാ? വൃത്തിയുടെ കാണിച്ചിട്ട് അവനെ അങ്ങ് ന്യായീകരിക്കുന്നു. ഞാൻ ആരും ന്യായീകരിച്ചിട്ടില്ല. നീല് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാ. പക്ഷേ ഈ വീട്ടിലുള്ളവർ നിസ്സഹായരാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. വാടാ, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് അവനെ പോയി തപ്പാം. ആവശ്യം നമ്മുടെ ആയി പോയില്ലേ? ആ, എന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ഗതികേട് ഒരു മകൾ ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടിയും വരില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോ, ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്ന ദുഃഖം ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അനുഭവിക്കും. ഓർത്തോ?
നിന്നോട് എന്തെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ? ഇല്ല. ആ ചെറുക്കൻ പറഞ്ഞതാ ശരി. വീട്ടിലിരിക്കുന്ന സാധനം നന്നായിരിക്കണം, ഇല്ലെങ്കിലേ ആണുങ്ങൾ ഇങ്ങനെ പുറത്തു പോകും. ഗൗരി മതി പറഞ്ഞത്. കുറ്റം ഇവളുടെ തലയിലിടാന്ന് ആരും വിചാരിക്കണ്ട. അത് ശരി, ഇപ്പൊ ഞാനായോ മോശക്കാരി? ഒന്ന് നിർത്ത്. ഇനി ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. വല്യച്ഛ, ഞാനിതിപ്പോ അന്വേഷിച്ചിട്ട് വരാം. ഈ രാത്രി എവിടെ പോയി തിരക്കാനാ? വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നുമില്ല. ഈ അവസ്ഥയിൽ അവരുടെ കയ്യിലെങ്ങാനും ഇവനെ കിട്ടിയ കുന്നുകളെയും കൊല്ലട്ടെ അവര്. ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാ. നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണ്ടേന്ന് അറിയില്ല മോളെ. അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. നീ ശപിക്കരുത്. നീ ഒന്ന് നിർത്തി. ഗൗരിയാ? എടുക്ക്. ഹലോ ഗൗരി. ആ വേദ, സൂക്ഷിക്കണം. നിന്റെ അച്ഛനും അങ്ങളും ഇവിടെ വന്നിരുന്നു നീലിനെ അന്വേഷിച്ച്. അവര് വയലന്റാ. കയ്യിൽ കിട്ടിയ നീലിനെ അവര് ബാക്കി വെച്ചേക്കില്ല. ആണോ? ഗൗരി താങ്ക്സ്. നീൽ, പ്ലാനൊക്കെ പൊട്ടിയെന്നാ തോന്നേ. എന്റെ വീട്ടുകാര് വിവരം അറിഞ്ഞു. അവര് നീലിന്റെ വീട്ടിൽ ചെന്നിരുന്നു. ദൈവമേ, എന്നിട്ട്? ഒരു കാരണവശാലും എന്റെ വീട്ടുകാരുടെ കയ്യിൽ ചെന്ന് പെടരുത്. പെട്ടാ അത് അപകടമാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കിവിടെ അടുത്തുള്ള എവിടെയെങ്കിലും ചെന്ന് താമസിക്കേണ്ടി വരും. നീലിന്റെ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും. ഇങ്ങനെ കറങ്ങുന്നത് ബുദ്ധിയല്ല. ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോ അത് നിന്നെ കൊണ്ട് ഈ രാത്രിയിൽ അതൊന്നും ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? നേരെ പൊന്മുടിക്ക് പറ്റൂടാ. അത് വേണ്ട, റിസ്കാ. ഇവിടെ കിടന്ന് കറങ്ങുന്നതാണ് റിസ്ക്. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഇവിടെ നിന്ന് എങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരും. അത് വേണ്ട നീൽ. അല്ലാതെ എന്തെങ്കിലും വഴി പറ. എന്നാ പിന്നെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുക്കാം. ഒറ്റമുറി വേണ്ട, 2 എണ്ണം എടുക്കാം. അത് മതി. വണ്ടി എടുക്ക്. ആ. ഏട്ടത്തി വിഷമിക്കണ്ട. നീല് കാണിക്കുന്നത് ശരിയല്ലെന്ന് അവന് തന്നെ തോന്നുന്നൊരു സമയം ഉണ്ടാവും. എനിക്ക് ആ പ്രതീക്ഷയില്ല ഗിരി. ഇതിലും ഭേദം വല്ല വിഷവും കലക്കി തന്ന് എന്നെ അങ്ങ് കൊന്നു കളയുന്നതായിരുന്നു. മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ. ഒരു പെണ്ണെന്നുള്ള നിലയില് നീ അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാവും. എന്നാലും എല്ലാത്തിനൊരു മറുവശം ഉണ്ടല്ലോ. എന്തായാലും നീല് നിന്നെ പിരിഞ്ഞേ പറ്റൂ. ആ നിലയ്ക്ക് ഇതൊക്കെ ഇത്ര കാര്യമായിട്ടെടുക്കേണ്ട ആവശ്യമുണ്ടോ? നീലിന് നീലിന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച ഈ വീട്ടിലെ സകല പ്രശ്നങ്ങളും തീരും. ഈ പിരിമുറുക്കത്തിന് ഒരു അയവ് വരെയും ചെയ്യും. ഇതുപോലുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു സാധാരണ പെണ്ണ്. എനിക്ക് എന്റേതായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട്. അതൊന്നും മാറ്റിവെക്കാൻ എനിക്ക് കഴിയില്ല. എന്തിന്റെ പേരിലായാലും കഴിയില്ല. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ചെയ്യാനുള്ളത് മുഴുവൻ നീല് ചെയ്യും. ആർക്കും അതൊന്നും എതിർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ നോക്കാം എന്താ സംഭവിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞ ഏട്ടൻ അനുസരിക്കില്ലായിരിക്കും. ചിലപ്പോ ഞാൻ എതിർത്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചു എന്നും വരും. എന്നാലും ഞാൻ എതിർക്കും. അതെന്റെ അവകാശമാ, ഒരു ഭാര്യയുടെ അവകാശം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. വല്യച്ഛൻ തടഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി അന്വേഷിച്ച്. ഏതായാലും അധിക ദൂരമൊന്നും പോകാൻ ഇടയില്ല. ഏടത്തി പേടിക്കൊന്നും വേണ്ട. പേടിയല്ല ഗിരി, സങ്കടോ. എന്നെ ഓർക്കണ്ട.
സ്വന്തം അമ്മയെങ്കിലും ഓർത്തൂടെ? അന്ന് ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ടാ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി അവരുടെ കൈ കിട്ടിയ അതും ഇതുപോലുള്ളൊരവസ്ഥയില്. അതൊക്കെ ഗിരി എന്റെ പേടി. തോന്നിവാസം കാണിച്ച പേട മേടിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ പേടി ഉണ്ടാവില്ല. ഏട്ടത്തിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിലും ഇപ്പൊ ഈ കാണിച്ച തല്ലുകൊളിത്തരത്തിന് മേലെ നൊന്തേ പറ്റൂ, എങ്കിലേ പഠിക്കൂ. അതുകൊണ്ട് ഏട്ടത്തി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നേരം വെളുത്തിട്ട് നോക്കാം.